പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 മെയ് മാസം 24-ാം തീയതി ശനിയാഴ്ച, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഈ മാസത്തിൻ്റെ മറ്റൊരു വീക്കെൻഡിലേക്ക്, 4-ാം ശനിയാഴ്ചയിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഒരാഴ്ച വട്ടം കൂടെ ആരോഗ്യത്തോടും സൗഖ്യത്തോടും കൂടെ ആയിരിക്കാൻ സർവശക്തനായ ദൈവം നമുക്കൊരുക്കിയ എല്ലാ നന്മകൾക്കും ദാനങ്ങൾക്കും നന്ദി കരേറ്റിക്കൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി കാതോർക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യം. ദ എപ്പിസ്റ്റിൽ ഓഫ് ജെയിംസ് ചാപ്റ്റർ 5 വേഴ്സ് 16 നാം ഇപ്രകാരം വായിക്കുന്നു: എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. 12 ഗോത്രങ്ങൾ പല പല കാരണങ്ങളാൽ ചിതറപ്പെട്ടിരിക്കുന്നു. ആ ചിതറിപ്പാർക്കുന്ന ഗോത്രങ്ങൾക്ക് വേണ്ടി വയോധികനായ യാക്കോബ് വളരെ ശക്തമായ ഒരു ഹ്രസ്വലേഖനം എഴുതിയിരിക്കുന്നു. ഈ ലേഖനം നാം ആദ്യോടെന്ന് പഠിച്ചാൽ ദൈനംദിന വിശ്വാസ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ആത്മീയ പോരാട്ടങ്ങളിൽ നേരിടേണ്ടി വരുന്നതും അതിനെ അതിജീവിക്കേണ്ടതുമായ കാര്യങ്ങൾ വളരെ വ്യക്തമായി കൃത്യതയോടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഒരു വിശ്വാസി നേരിടുന്ന വിവിധങ്ങളായിട്ടുള്ള പരീക്ഷകൾ, അതിൽ തളരാതെ എങ്ങനെ മുന്നേറണം, ഓരോരുത്തർക്കും വേണ്ട ഉപദേശങ്ങൾ, ഇവയെല്ലാം നൽകിയിരിക്കുന്നു. ഇന്ന് വാഗ്ദത്ത വചനമായി വായിച്ചു കേട്ട വാക്യത്തിൽ 2 കാര്യങ്ങളാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഒന്ന്, നമ്മുടെ കൂട്ടത്തിലെ രോഗികൾ സൗഖ്യമാകണമെങ്കിൽ എന്തു ചെയ്യണം? നമ്മുടെ പാപങ്ങൾ നാം ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കണം. അപ്പോൾ ഒന്നാമതായി മറ്റൊരാൾക്ക് വേണ്ടി, രോഗിക്ക് വേണ്ടി, ക്ഷീണത്തിലും ഭാരത്തിലും ഇരിക്കുന്ന ആളിന് വേണ്ടി നാം പ്രാർത്ഥിക്കാൻ ഒരുങ്ങുമ്പോൾ ഞാൻ എന്നെ സ്വയമായി സമർപ്പിക്കണം. എൻ്റെ കുറവ് ദൈവസന്നിധിയിൽ ഏൽപ്പിക്കണം. അങ്ങനെ ഒരു വിധത്തിൽ പറഞ്ഞാൽ, ഒന്നാമതായി ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ കുറവും പോരായ്മയും കർത്താവ് ക്ഷമിച്ച് വിടുതൽ നൽകണം. അങ്ങനെ കുറവ് ഏറ്റു പറഞ്ഞിട്ട് ഒരു രോഗിക്ക് വേണ്ടി, ആവശ്യത്തിലും ഭാരത്തിലും ഇരിക്കുന്ന ആളിന് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെയാകുമ്പോൾ രോഗിക്ക് സൗഖ്യം വരും. രണ്ടാമത്തെ ഭാഗമാണ് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ പ്രധാനമായും നമ്മോട് പരിശുദ്ധാത്മാവിന് പറയുവാനുള്ളത്. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോസ്തല പ്രവൃത്തികൾ നാം പഠിക്കുമ്പോൾ പത്രോസ് കാരാഗ്രഹത്തിലായി എന്ന് കേട്ടപ്പോൾ നാം വചനത്തിൽ കാണുന്നു, സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ഇവിടെ യാക്കോബ് അപ്പോസ്തലൻ പറയുന്നു, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന ഏറെ ഫലിക്കുന്നു.
ചുരുക്കത്തിൽ അതിനെ നമുക്ക് ഇങ്ങനെ വിവക്ഷിക്കാം. ഒരു വിഷയത്തിന് വേണ്ടി ഒരു ദൈവ പൈതൽ വ്യക്തമായി, കൃത്യമായി, ശക്തമായി, ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുക. അർത്ഥാൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ പരിപൂർണമായി കേന്ദ്രീകരിച്ച് നമ്മെ ഒരുക്കി ആ വിഷയം ഏറ്റെടുത്ത് ആത്മാർത്ഥതയോടെ, ഏകാഗ്ര ഹൃദയത്തോടെ, ഐക്യമത്യത്തോടെ പ്രാർത്ഥിക്കുക എന്ന് സാരം. അങ്ങനെ നാം വളരെ ശക്തമായി, ശ്രദ്ധയോടെ, ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുമെങ്കിൽ ആ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം കേൾക്കും. അങ്ങനെയെങ്കിൽ ഈ ശനിയാഴ്ച അതിരാവിലെ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദര, സഹോദരി, മാതാപിതാക്കളെ, നിങ്ങൾ കുടുംബമായി കടന്നു പോകുന്ന ചില വിഷയങ്ങൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ, ചില ദിവസങ്ങളായി നിങ്ങൾ ആ വിഷയത്തിന്റെ പിന്നാലെയാണ്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് അതിനുവേണ്ടി പണം ചെലവാക്കി, ആളുകളെ സ്വാധീനിച്ച്, പല യാത്രകൾ ചെയ്ത്, പല ക്രമീകരണങ്ങൾ ചെയ്ത് ഒരു വിടുതലിന് വേണ്ടി, നീക്കുപോക്കിന് വേണ്ടി, അതിന്മേലുള്ള ഒരു വ്യക്തതയ്ക്കും തീരുമാനത്തിനും വേണ്ടി ഓടുകയാണ്. നിങ്ങളെ വിട്ട് വിദൂരങ്ങളിലായിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ വിഷയം, ജോലി വിഷയം, ചില നിയമവിഷയങ്ങൾ, ചില ബാങ്ക് സംബന്ധമായ വിഷയങ്ങൾ, ചില ആരോഗ്യ സംബന്ധമായ വിഷയങ്ങൾ, അങ്ങനെ കാര്യകാരണം എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങൾ ചില വിഷയത്തിൽ കൂടെ കടന്നു പോകുന്നു. എന്ത് ചെയ്യണം? ഇന്നത്തെ വാഗ്ദത്ത വചനത്തിന്റെ 2ാം ഭാഗം നാം ആത്മാർത്ഥതയോടെ ഏറ്റെടുക്കണം. കുടുംബാംഗങ്ങൾ ഓരോരുത്തരും അവരവരുടെ കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ശ്രദ്ധയോടെ, ആത്മാർത്ഥതയോടെ, ഏകാഗ്രതയോടെ മേൽപ്പറയപ്പെട്ട വിഷയങ്ങളോ മറ്റേത് വിഷയവുമായിക്കൊള്ളട്ടെ, ആ വിഷയത്തെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ശക്തമായി പ്രാർത്ഥിക്കുക. നിങ്ങൾ എങ്ങും ഓടിപ്പോകണ്ട, ഒരു നേർച്ച കാഴ്ചയും കഴിക്കണ്ട, ഒരു രൂപ പോലും മുടക്കണ്ട, എങ്ങും പോയി മുഴങ്കാലും അടക്കുകയും വേണ്ട. നിങ്ങളുടെ ഭവനാങ്കണത്തിൽ കുറവുകളെ ഏറ്റുപറഞ്ഞ് മുഴങ്കാലും അടക്കി ദൈവവചനം കൈകളിലേന്തി, ഹന്ന കരഞ്ഞതുപോലെ, ഹാഗാർ കരഞ്ഞതുപോലെ, അനേക ഭക്തന്മാർ കരഞ്ഞതുപോലെ ശക്തമായ ഏകാഗ്രതയോടെ ദൈവസന്നിധിയിൽ നിലവിളിക്ക് പ്രിയമുള്ളവരെ, വിഷയത്തിന് വിടുതൽ ഉണ്ടായിരിക്കും. നിങ്ങളത് പ്രാപിച്ചിരിക്കും. അങ്ങനെ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ച് എഴുന്നേൽക്കുമ്പോൾ അതിന്മേൽ ഒരു വിടുതലിന്റെ സൂചന നിങ്ങൾ പ്രാപിച്ചിരിക്കും. അതാണ് ദൈവവചനം. കഴിഞ്ഞ ദിവസം നമ്മൾ ഹന്നായുടെ വിഷയത്തെക്കുറിച്ച് കേട്ടു. അങ്ങനെ വചനത്തിലുടനീളം അനേക ഭക്തന്മാർ, ദൈവമക്കൾ തങ്ങളുടെ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ വെച്ച് ഏകാഗ്രതയോടെ കരയുകയുണ്ടായി, ശ്രദ്ധാലുക്കളായി പ്രാർത്ഥിക്കുകയുണ്ടായി. പ്രാർത്ഥനയുടെ അവസാനത്തിങ്കൽ അതിനവർക്ക് മറുപടി ലഭിക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ഈ ശനിയാഴ്ച അതിരാവിലെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം എത്ര വലുതോ, എത്ര ചെറുതോ, എത്ര പ്രതികൂലമേറിയതോ, എത്ര അസാധ്യം നിറഞ്ഞതോ, എത്ര പഴക്കമേറിയതോ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ നിങ്ങളുടെ വിഷയത്തെക്കുറിച്ച് കേട്ടിരിക്കുന്ന വാർത്ത, നിങ്ങൾക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്ന റിപ്പോർട്ട്, നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ കരങ്ങളിൽ ലഭ്യമായിരിക്കുന്ന മെമ്മോ,
നമുക്ക് അനുകൂലമായിരിക്കുകയില്ല. നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമാണ്. അതിൽ സന്തോഷിക്കാൻ ഒന്നുമില്ല, ദുഃഖിക്കാൻ മാത്രമേ ഉള്ളൂ. ആയിക്കോട്ടെ, അത് ഈ ലോകത്തിൽ നിന്നും, ലോകവൈദ്യന്മാരിൽ നിന്നോ, നിയമപാലകരിൽ നിന്നോ, മേലുദ്യോഗസ്ഥരിൽ നിന്നോ, അല്ലെങ്കിൽ മറ്റുള്ള മേഖലകളിൽ നിന്നോ ലഭിക്കപ്പെട്ടത് മാത്രമാണ്. നമുക്ക് സ്വർഗത്തിൽ ഒരു ദൈവം ജീവിക്കുന്നു. നിയമങ്ങളെ മാറ്റി എഴുതുന്നവൻ, നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്നവൻ, രാത്രിയുടെ 4 യാമത്തിലും കണ്ണുനീരിന് മുമ്പാകെ ഇറങ്ങി വരുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ആ സ്വർഗത്തിലെ ദൈവം ഞാൻ നിങ്ങളും ശ്രദ്ധയോടെ, ആത്മാർത്ഥതയോടെ, ഏകാഗ്രതയോടെ ദൈവസന്നിധിയിൽ കഴിക്കുന്ന അപേക്ഷകൾക്ക്, ഒഴുക്കുന്ന കണ്ണുനീരിന് നിശ്ചയമായും മറുപടി തരും. ഇന്ന് പകൽ ആ നിലകളിൽ പ്രിയ അമ്മമാരെ, പിതാക്കന്മാരെ, സഹോദരീ സഹോദരങ്ങളെ, നിങ്ങളുടെ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ശ്രദ്ധയോടെയുള്ള നിലവിളിക്കും തമ്പുരാൻ മറുപടി നൽകട്ടെ, അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ഇന്നത്തെ ദിനം എല്ലാ നിലകളിലും സൗഖ്യത്തിന്റെയും വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും ദിനമായി ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവകൃപയോടെ പരിപാലിക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ആത്മീയമായി ഒരുക്കുകയും ചെയ്യട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. പ്രാർത്ഥനയെ കൈക്കൊള്ളുകയും യാതനകൾക്ക് മറുപടി തരികയും ചെയ്യുന്ന ദൈവമേ, സ്വർഗീയ കർത്താവേ, ശ്രദ്ധയോടുകൂടിയ നീതിമാന്റെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കുന്നുവെന്നും ഞങ്ങളുടെ കുറവുകളെ ഏൽപ്പിച്ച് ഒരുവന് വേണ്ടി മറ്റൊരുവൻ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ദീനക്കാർ സൗഖ്യമാകുമെന്നും യാക്കോബിൽ കൂടെ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. പ്രതികൂലമേറിയ ഈ ലോക ജീവിതയാത്രയിൽ അപ്പന്റെ വചനം ഞങ്ങൾക്ക് അനുകൂലമായി ഇന്ന് നൽകിയതിനായി സ്തോത്രം. ഞങ്ങൾ ആത്മാർത്ഥതയോടെ, ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അപ്പൻ കൈക്കൊണ്ട് ഞങ്ങളുടെ വിഷയത്തിന്മേൽ ഇന്ന് വിടുതലയക്കണമേ. ദൈവവചനം കേട്ട് തങ്ങളെ തന്നെ സമർപ്പിച്ച് അവരുടെ വിഷയങ്ങളെ അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന ഒരു വ്യക്തിയെ പോലും നിരാശരാക്കാതെ തമ്പുരാൻ അവരെ സ്വീകരിക്കണമേ. വിഷയങ്ങൾ ഏറ്റെടുക്കണമേ, മറുപടി നൽകണമേ. ഇന്നത്തെ ദിനം അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ദൈവകൃപയുടെയും ദിനമായി സന്തോഷത്തോടും സമാധാനത്തോടും ഏവരെയും കാത്തു പരിപാലിക്കണമെന്ന് യേശു മശിഹാ മൂലം അപേക്ഷിക്കുന്നു. കൃപയോട് കേട്ട് ഉത്തരം അരുളുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. നമ്മുടെ കണ്ണുനീരിന് പ്രതിഫലം ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ആത്മാർത്ഥതയോടെ, ഏകാഗ്രതയോടെയുള്ള പ്രാർത്ഥനയ്ക്ക് നിശ്ചയമായും തമ്പുരാൻ മറുപടി നൽകും. ഇന്നത്തെ ദിനം, ഇന്ന് നാം കേട്ട വാഗ്ദത്ത വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പരിപൂർണമായി നമ്മെ തന്നെ സമർപ്പിക്കാം. വിടുതലോടുകൂടി ഇന്നത്തെ ദിനത്തിലേക്ക് പ്രവേശിച്ച് ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിനെ സേവിപ്പാനും സാക്ഷ്യത്തോടെ ജീവിപ്പാനും സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. അതിന് സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപയും സമാധാനവും നമ്മുടെ ഓരോരുത്തരുടെ മേലും ചൊരിയുകയും ചെയ്യട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞി. God bless you all.